പാർവതിയെ ഇഷ്ടപ്പെട്ട മഹാദേവൻ അവളെ സ്വീകരിക്കാൻ തയ്യാറായ സമയം. പക്ഷേ പാർവതി ശിവനോടൊരു അപേക്ഷ സമർപ്പിച്ചു. എന്റെ പിതാവിനോട് അങ്ങെന്നെ ഭാര്യയായി നൽകാൻ ആവശ്യപ്പെടണം. പാർവതിയുടെ അപേക്ഷ ശിവൻ കൈക്കൊണ്ടു. ശിവൻ ഒരു നാടോടി നർത്തകന്റെ വേഷത്തിൽ ഹിമവാന്റെ കൊട്ടാരത്തിലെത്തി. നാടോടിയുടെ നൃത്തവും പാട്ടും കേട്ട മേന അയാളെ അന്തഃപുരത്തിലേക്ക് ക്ഷണിച്ചു. നാടോടി അന്തഃപുരവാസികൾക്ക് മുന്നിൽ നൃത്തം ചെയ്തു. അയാളുടെ താളാത്മകമായ ചുവടുകൾ തുടർന്നു. പാർവതിക്ക് ആളെ മനസ്സിലായി. മേന നാടോടിക്ക് സ്വർണവും പട്ടുടയാടകളും സ്വർണത്തളികയിൽ വെച്ച് നൽകി. പക്ഷെ നർത്തകൻ സമ്മാനം സ്വീകരിക്കാൻ വിസമ്മതിച്ചു. പകരം മകളെ വേണമെന്നായി നർത്തകന്റെ ആവശ്യം. ഇത് കേട്ട ഹിമവാൻ കോപിഷ്ഠനായി. നാടോടിയെ പുറത്താക്കാൻ ആജ്ഞാപിച്ചു. ഭൃത്യർ അയാളെ സ്പർശിക്കുന്നതിന് മുൻപേ തന്നെ പൂജാവേളയിൽ ഹിമവാൻ അണിയിച്ച വനമാലയും ധരിച്ച് നാടോടി വിഷ്ണുസ്വരൂപിയായി ദർശനം നൽകി. പെട്ടെന്ന് ആ രൂപം ശിവപാർവതിമാരായി. അമ്പരന്ന് നിന്ന ഹിമവാനോട് സമ്മാനമായി പാർവതിയെ തന്നെ നാടോടി ആവശ്യപ്പെട്ടു. നാടോടിയുടെ അസാമാന്യമായ നടനവൈഭവമാണ് ഈ രൂപമാറ്റമെന്ന് കരുതിയ ഹിമവാൻ പുത്രിയെ നൽകുവാൻ വിസമ്മതിച്ചു. നാടോടി കൊട്ടാരത്തിൽ നിന്ന് പോയി. പാർവതി നിറകണ്ണുകളുമായി പിതാവിന്റെ മുന്നിലെത്തി കാര്യം പറഞ്ഞു. മകളുടെ വാക്കുകൾ കേട്ട ഹിമവാൻ പശ്ചാത്താപത്തോടെ മേനയ്ക്കൊപ്പം കൈലാസത്തിലെത്തി മാപ്പപേക്ഷിച്ചു. സന്തുഷ്ടനായ മഹാദേവനോട് മേന അപേക്ഷിച്ചു, ഒരു രാജകുമാരിയായിട്ടാണ് മകളെ വളർത്തിയത്. അവളുടെ വിവാഹവും അങ്ങനെ തന്നെ കാണണമെന്നാണ് ഞങ്ങളുടെ സ്വപ്നം. അങ്ങത് സഫലമാക്കി തരണം. താൻ സർവാലങ്കാരഭൂഷിതനായി കൊട്ടാരത്തിലെത്തി പാർവതിയുടെ കരം ഗ്രഹിക്കാമെന്ന് ശിവൻ മേനയോട് പറഞ്ഞു. ഭക്തരുടെ ആഗ്രഹ സഫലീകരണത്തിനായി ഭഗവാൻ എന്നും എപ്പോഴും സന്നദ്ധനത്രേ. അതിനായി ഏതു വേഷവും കിട്ടും. ദേവിക്ക് വേണ്ടി നാടോടിയായ ഭഗവാൻ മേനയ്ക്ക് വേണ്ടി കല്യാണസുന്ദരനായി. ഹിമാലയ സാനുക്കളിലെ സീതപ്പൂരിലെ ത്രിയുഗ നാരായണ ക്ഷേത്രം പാർവതീ പരിണയത്തിന് സാക്ഷ്യം വഹിച്ച് ഇന്നും നിലകൊള്ളുന്നുവത്രേ. ശിവൻ പാർവതിയെ വിവാഹം കഴിച്ച് കുറെ കാലമായിട്ടും കുട്ടികളുണ്ടായില്ല. താരകാസുരന്റെ അക്രമങ്ങൾ കാരണം ദേവന്മാരും മനുഷ്യരും പൊറുതിമുട്ടി. തുടർന്ന് ഭഗവാൻ പഞ്ചമുഖരൂപം കൈക്കൊണ്ടു. ഭഗവാന്റെ 5 മുഖങ്ങളിൽ നിന്നും 5 ദിവ്യജ്യോതിസ്സുകൾ ഉണ്ടായി. പാർവതീദേവിയുടെ മുഖത്തു നിന്നൊരു ദിവ്യജ്യോതിസ് പ്രത്യക്ഷപ്പെട്ടു. ആ ദിവ്യജ്യോതിസ്സുകളെ അഗ്നിദേവനും വായുദേവനും ചേർന്ന് ഗംഗയിൽ നിക്ഷേപിച്ചു. ഗംഗ ശരവണപ്പൊയ്കയിൽ എത്തിച്ച ആ ദിവ്യജ്യോതിസ്സുകളിൽ നിന്നും 6 മുഖങ്ങളോടെ സുബ്രഹ്മണ്യൻ അവതരിച്ചു. വിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം കാർത്തിക നക്ഷത്രത്തിന്റെ അധിദേവതമാരായ 6 ദേവിമാർ സുബ്രഹ്മണ്യനെ വളർത്തി. പിന്നീട് ദേവസേനാപതിയായി സുബ്രഹ്മണ്യൻ അഭിഷേകം ചെയ്യപ്പെട്ടു. സുബ്രഹ്മണ്യന്റെ അടുക്കൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. താരകാസുരനെ വധിക്കുകയാണ് പുത്രന്റെ ദൗത്യമെന്നും പറഞ്ഞ് ശിവൻ സുബ്രഹ്മണ്യനെ അനുഗ്രഹിച്ചു. തുടർന്ന് ബ്രഹ്മാവും വിഷ്ണുവും അവിടെ എത്തി. അവർ മൂവരും തങ്ങളുടെ ശക്തിയുടെ പകുതി ശിശുവായ സുബ്രഹ്മണ്യന് നൽകി. സുബ്രഹ്മണ്യൻ തന്റെ മയൂരവാഹനത്തിലേറി ദേവന്മാർക്കൊപ്പം യുദ്ധഭൂമിയിൽ പ്രവേശിച്ചു. അതിഭയങ്കരമായ യുദ്ധമാണ് ദേവന്മാരും അസുരന്മാരും തമ്മിൽ നടന്നത്. അത്യുഗ്ര പരാക്രമികളായ അസുരന്മാർ ദേവസൈന്യത്തെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചപ്പോഴൊക്കെ സുബ്രഹ്മണ്യൻ അവരെ അസുരന്മാരിൽ നിന്ന് രക്ഷിച്ചു. തീർത്തും ബാലകനായ സുബ്രഹ്മണ്യനെ പരിഹസിച്ചുകൊണ്ടാണ് താരകാസുരൻ സുബ്രഹ്മണ്യനെ നേരിട്ടത്. എന്നാൽ താൻ പരിഹസിച്ച ശിശു സാധാരണക്കാരനല്ല എന്ന സത്യം അടുത്ത നിമിഷം തന്നെ താരകാസുരൻ മനസ്സിലാക്കി. താരകാസുരനും സുബ്രഹ്മണ്യനും തമ്മിൽ വളരെ നേരം യുദ്ധത്തിലേർപ്പെട്ടു. ഒടുവിൽ സുബ്രഹ്മണ്യൻ തന്റെ ശക്തി എന്ന വേൽ താരകാസുരന് നേരെ പ്രയോഗിച്ച് അയാളെ വധിച്ചു. ശിവന്റെയും പാർവതീദേവിയുടെയും പുത്രനാണ് ഗണേശൻ. മനുഷ്യൻ, ആന, എലി, പാമ്പ് തുടങ്ങിയ 4 ജീവികളുടെ സംയോജനമായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഗണപതിയുടെ വാഹനം എലിയാണ്. 4 കൈകളും വലിയ വയറും ആനയുടെ മുഖവുമാണ്. കൈകളിൽ ഒരു കയർ, ഒരു കോടാലി, ലഡു എന്നിവയുണ്ട്. ഒരിക്കൽ പാർവതീദേവി നീരാടാനൊരുങ്ങി. നീരാട്ട് തീരും വരെ ആരെയും അകത്തേക്ക് കടത്തിവിടാതെ പ്രവേശന കവാടത്തിൽ കാവൽ നിൽക്കാൻ അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ദേവി തന്റെ ദേഹത്ത് ചന്ദനം ചാർത്തി ഒരു രൂപം സൃഷ്ടിച്ചു. അതിൽ ജീവൻ ശ്വസിച്ചു. അവൾ ആ കുട്ടിയോട് തനിക്ക് വേണ്ടി കാവൽ നിൽക്കണമെന്നും ആരെയും അകത്തേക്ക് കടത്തിവിടരുതെന്നും പറഞ്ഞു. കുറച്ചു സമയത്തിന് ശേഷം തിരികെ വന്ന ശിവൻ കുട്ടിയെ കണ്ടു. കുട്ടി ശിവനെ അകത്ത് കടക്കാൻ സമ്മതിച്ചില്ല. ഇത് ശിവനെ രോഷാകുലനാക്കി.
ശിവൻ ആ കുട്ടിയുടെ തല വെട്ടിമാറ്റി. കുളി കഴിഞ്ഞ് പുറത്തേക്ക് വന്ന പാർവതിക്ക് തന്റെ മകന്റെ തലയില്ലാത്ത ശരീരം കണ്ട് ഭയവും ദേഷ്യവും തോന്നി. തന്റെ മകനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ മുഴുവൻ സൃഷ്ടിയെയും നശിപ്പിക്കുമെന്ന് പാർവതി ഭീഷണിപ്പെടുത്തി. ശിവൻ നന്ദിയോട് ആദ്യം കാണുന്ന മൃഗത്തിന്റെ തല പോയി കൊണ്ടുവരാൻ പറഞ്ഞു. നന്ദി ആനയുടെ തല ശിവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. തുടർന്നത് തന്റെ മകന്റെ ശരീരത്തിൽ ചേർത്തു. അവനെ എല്ലാ ഗണങ്ങളുടെയും അധിപനെന്ന അർത്ഥത്തിൽ ഗണപതി എന്ന് നാമകരണം ചെയ്തു. ഏതൊരു കാര്യത്തിന്റെയും തുടക്കത്തിന് മുൻപ് ഗണപതിയെ ആരാധിക്കണമെന്ന് ഒരു വരം നൽകുകയും ചെയ്തു. ശിവനും പാർവതിയും ഒരിക്കൽ ആനകളുടെ രൂപത്തിൽ കാട്ടിൽ കഴിയുകയും അങ്ങനെ ആനയുടെ ശിരസ്സുമായി ജനിച്ച പുത്രനാണ് ഗണപതിയെന്നും ഒരു കഥയുണ്ട്. ശിവന്റെയും പാർവതിയുടെയും ഏത് പുത്രനാണ് ഏറ്റവും ബുദ്ധിമാനെന്ന് ഒരിക്കൽ ദേവന്മാർ തമ്മിൽ തർക്കമുണ്ടായി. അവർ ഉത്തരം കണ്ടെത്താൻ ബ്രഹ്മദേവന്റെ അടുത്തേക്ക് പോയി. എന്നാൽ ബ്രഹ്മാവിന് ഉത്തരം അറിയില്ലായിരുന്നു. തന്റെ തന്ത്രങ്ങളും ചേഷ്ടകളും ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്താൻ അദ്ദേഹം നാരദനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ നാരദൻ ശിവന്റെയും പാർവതിയുടെയും അടുത്തു ചെന്ന് അവർക്കൊരു മാമ്പഴം സമർപ്പിച്ചു. ഈ മാമ്പഴം കഴിക്കുന്നവന് അമരത്വവും പരമമായ ജ്ഞാനവും ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ശിവനും പാർവതിയും തങ്ങളുടെ പുത്രന്മാരിൽ ആർക്കാണ് പഴത്തിന് കൂടുതൽ അർഹതയെന്ന് ചിന്തിച്ചു. അവർ മക്കളെ വിളിച്ച് ലോകത്തെ 3 പ്രാവശ്യം വലം വച്ച് ആദ്യം വരുന്നയാൾക്ക് മാമ്പഴം കഴിക്കാമെന്ന് പറഞ്ഞു. മുരുകൻ ഉടനെ മയിലിന്റെ പുറത്തു കയറി ലോകം ചുറ്റാൻ തുടങ്ങി. ഗണപതിയാകട്ടെ മാതാപിതാക്കളാണ് തന്റെ ലോകമെന്ന് പറഞ്ഞ് ശിവനെയും പാർവതിയെയും പൂർണ്ണ ഭക്തിയോടെ 3 തവണ വലം വച്ച ശേഷം മാമ്പഴം കഴിച്ചു. ലോകം ചുറ്റി തിരികെ വന്ന സുബ്രഹ്മണ്യൻ ഗണപതി മാമ്പഴം കഴിച്ചതറിഞ്ഞ കോപത്താൽ തന്റെ വേലുകൊണ്ട് ഗണപതിയുടെ കൊമ്പിന് കുത്തിയെന്നും അങ്ങനെയാണ് ഗണപതി ഒറ്റക്കൊമ്പനായതെന്നുമാണ് ഒരു കഥ. ഒരിക്കൽ ശിവനും പാർവതിക്കും ഗണപതി കാവൽ നിൽക്കുകയായിരുന്നു. ഈ സമയം പരശുരാമൻ ശിവനെ കാണാനെത്തി. ഗണപതി പരശുരാമനെ തടഞ്ഞു നിർത്തി. ക്രുദ്ധനായ പരശുരാമൻ തന്റെ മഴുവെടുത്ത് ഗണപതിയുടെ ഒരു കൊമ്പ് അരിഞ്ഞു കളഞ്ഞു. ഇങ്ങനെയാണ് ഗണപതി ഒറ്റക്കൊമ്പനായതെന്നാണ് മറ്റൊരു കഥ. വേദവ്യാസൻ പറഞ്ഞുകൊടുത്ത മഹാഭാരതം ഗണപതി എഴുതുന്ന കാലം. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എഴുത്താണി ഒടിഞ്ഞുപോയത്രേ. വേദവ്യാസൻ ഇതൊന്നും ശ്രദ്ധിക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എഴുത്തു നിർത്താനും വയ്യ. അതുകൊണ്ട് ഗണപതി തന്നെ സ്വന്തം കൊമ്പൊടിച്ചെഴുതിയെന്നും അങ്ങനെയാണ് ഒറ്റക്കൊമ്പനായതെന്നും ഒരു കഥയുണ്ട്. നിത്യവും സ്നാനം കഴിഞ്ഞ് കളിമണ്ണിൽ ശിവലിംഗം മെനഞ്ഞെടുത്ത് പൂജിക്കുന്ന പതിവ് ശ്രീപാർവതി മുടക്കാറില്ല. പതിവനുസരിച്ച് ലിംഗരൂപം ഇടത് കൈവെള്ളയിൽ വെച്ചുകൊണ്ട് പൂജാസ്ഥാനത്തേക്ക് വന്ന ദേവിയുടെ മുന്നിൽ ബാലഗണപതി വന്നു നിന്നു. അമ്മേ, എനിക്ക് വിശക്കുന്നു, ഒപ്പം മൂഷികനും. നിങ്ങൾക്കായി മോദകവും ലഡുവും കൊഴുക്കട്ടയും പാകപ്പെടുത്തി വച്ചിരിക്കുന്നു. ശിവപൂജ കഴിഞ്ഞിപ്പോൾ വരാം. ദേവിയുടെ മാർഗം തടഞ്ഞുകൊണ്ട് ഗണപതി ശാഠ്യസ്വരത്തിൽ പറഞ്ഞു. ഞങ്ങൾക്ക് ഭക്ഷണം തന്നിട്ട് അമ്മ അച്ഛനെ പൂജിച്ചാൽ മതി. ഉണ്ണിഗണപതിയെ സമാധാനിപ്പിക്കാൻ ദേവി ആവുന്നത്ര ശ്രമിച്ചു. പക്ഷേ ഉണ്ണി നിർബന്ധത്തിന് അയവ് വരുത്തിയില്ല. അമ്മ ഒഴിഞ്ഞു മാറിപ്പോകാൻ തുടങ്ങിയപ്പോൾ ഗണേശൻ പാർവതിയുടെ കയ്യിലിരുന്ന ലിംഗരൂപം തട്ടിത്തെറിപ്പിച്ചു. അമ്പരന്നുപോയ പാർവതി കോപിഷ്ഠയായി മകന്റെ നേരെ കയ്യോങ്ങി. ഉണ്ണിഗണപതി അമ്മയ്ക്ക് പിടി നൽകാതെ ഓടിത്തുടങ്ങി. ഉണ്ണിയെ പിടിക്കാൻ അമ്മയും പിന്നാലെ ഓടി. ഈ ഒളിച്ചുകളിക്കിടയിൽ ദേവിയുടെ കൂന്തൽ അഴിഞ്ഞു വീണു. ശരീരമാകെ വിയർപ്പിൽ കുതിർന്നു. ദേവിയുടെ ദേഷ്യം ഉച്ചഘട്ടത്തിലായി. ഉണ്ണി മലയിടുക്കിലെ ഒരു ഗർത്തത്തിൽ ഒളിച്ചു. വഴിയിൽ കണ്ട മന്ദാരത്തിൽ നിന്നൊരു ചുള്ളി ഒടിച്ചുകൊണ്ട് ദേവി ഉണ്ണിക്ക് പിന്നാലെ ചെന്നു. ഉണ്ണി ഒളിഞ്ഞിരുന്ന ഗുഹാമുഖത്തിനു മുന്നിൽ മൂഷികൻ പതുങ്ങിയിരിക്കുന്നത് കണ്ട ദേവി ഗുഹയിലേക്ക് എത്തിനോക്കി. ദേവിയുടെ തിരുമുടി മലയിടുക്കിലേക്ക് കടന്നു വന്ന പ്രകാശത്തെ പൂർണ്ണമായും തടഞ്ഞു. ഗർത്തത്തിലെ കൂരിരുട്ടിൽ ദേവി തുറിച്ചു നോക്കി. കണ്ണുകൾ ഇരുട്ടുമായി പരിചയപ്പെട്ടപ്പോൾ തിരുമുടി ജടയിലെ ചന്ദ്രക്കല തെളിഞ്ഞു കണ്ടു. തൃക്കണ്ണുകൾ, തൃശൂലം, ഡമരു, അഗ്നി, ഭസ്മാലങ്കൃതമായ തിരുനെറ്റി, ചെറുപുഞ്ചിരി തൂകുന്ന ചെഞ്ചുണ്ടുകൾ. ശിവരൂപം തെളിഞ്ഞു കണ്ട ഒരു മാത്ര പാർവതി അമ്പരന്നു. നിമിഷനേരത്തിൽ ആ രൂപം ഉണ്ണിഗണപതിയായി. ശിവപുത്രന്മാർ മാത്രമല്ല, പ്രപഞ്ചത്തിലെ ചരാചരങ്ങളും ശിവരൂപികൾ തന്നെയെന്ന മഹാസത്യം മാത്രനേരം താൻ വിസ്മരിച്ച സത്യം പാർവതി തിരിച്ചറിഞ്ഞു.